എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം സീരീസിലെ 21ാമത്തെ ലെസനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിലായി നമ്മൾ പഠിച്ചത് പ്രൈമറി ഓക്സിലറി വെർബുകളായ ഡു, ബി, ഹാവ് എന്നുള്ളതിൻ്റെ രൂപങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ചെറിയ രീതിയിൽ വളരെ അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന പുസ്തകത്തിൽ വളരെ ലളിതമായിട്ടാണ് പാസീവ് വോയിസ് വിശദീകരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ പാസീവ് വോയിസ് വിശദീകരിച്ചിട്ടുള്ളത്. ഈസ് ഡൺ ആൻഡ് വാസ് ഡൺ. ഓക്കെ, ഈസിനും വാസിനും ശേഷം ഇതെല്ലാം ബിയുടെ ഫോമുകളാണ്. ബിയുടെ പാസ്റ്റ് ടെൻസ് ആണ് വാസ് എന്നുള്ളത്, ബിയുടെ പ്രസന്റ് ടെൻസ് ആണ് ഈസ് എന്നുള്ളത്. ഇതിന് ശേഷം ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പാസീവ് വോയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാളത്തിൽ പാസീവ് വോയിസിൻ്റെ ആവശ്യമില്ലാത്തൊരു ലാംഗ്വേജാണ്. പാസീവ് വോയിസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ ഈ പൊസിഷൻ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അർത്ഥം മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് പാസീവ് വോയിസിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പം നമ്മൾ ബാബു ഒരു പാമ്പിനെ കൊന്നു എന്നുള്ളൊരു വാക്ക് മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ, ഇവിടെ പാമ്പിനെ എന്നുള്ളത് നമ്മൾ രണ്ടാമതായിട്ടാണ് ഉപയോഗിച്ചത്. ബാബു ഒരു പാമ്പിനെ കൊന്നു എന്നുള്ളത്. ഒരു പാമ്പിനെ ബാബു കൊന്നു എന്ന് പറഞ്ഞാലും ചാവുന്നത് പാമ്പ് തന്നെയായിരിക്കും. ബാബു കൊന്നു ഒരു പാമ്പിനെ എന്ന് പറഞ്ഞാലും ചാവുന്നത് പാമ്പ് തന്നെയായിരിക്കും. അപ്പോൾ ഈ പൊസിഷൻ മാറുമ്പോൾ അർത്ഥം മാറുന്നില്ല. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ ബാബു കിൽഡ് സ്നേക്ക് എന്നുള്ളത് സ്നേക്ക് കിൽഡ് ബാബു എന്ന് കഴിഞ്ഞാൽ ചാവുന്ന ആൾ മാറും. ഓക്കെ, അപ്പോൾ അത്തരം കൺഫ്യൂഷൻസ് വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് പാസീവ് വോയിസ് എന്നുള്ളത്. അത് ബിയുടെ ഫോമുകൾക്ക് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ലെസൺസ് വേറെ വരുന്നുണ്ട്. ഇത് ഈ സിമ്പിൾ ആയിട്ടുള്ള ഇതൊന്നും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഓഫീസ് ഈസ് ക്ലീൻഡ് എവരി ഡേ. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈസ് ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓഫീസ് ഈസ് ക്ലീൻഡ്. അപ്പോൾ ക്ലീൻസ് എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ്. ക്ലീൻസ് എന്ന് പറഞ്ഞാലും ഈസ് ക്ലീൻഡ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ക്ലീൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവൃത്തി ചെയ്ത ആളെ നമ്മൾ ആദ്യം ഉപയോഗിക്കണം. ഓക്കെ, സംബഡി ക്ലീൻസ് ഓഫീസ് എവരി ഡേ. ആരോ എല്ലാ ദിവസവും ഓഫീസ് ക്ലീൻ ചെയ്യാറുണ്ട്. ആ സംബഡി എന്നുള്ളത് ആക്ഷൻ ചെയ്ത ആളെ സെൻറ്റൻസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓഫീസ് ഈസ് ക്ലീൻ എവരി ഡേ. ഓഫീസ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. പ്രവൃത്തി ചെയ്ത ആളെ നമ്മൾ ഒഴിവാക്കുന്നു. ഈ പ്രവൃത്തി ചെയ്ത ആളെ ഒഴിവാക്കിക്കൊണ്ടുള്ള സെൻറ്റൻസ് പറയുന്ന ഒരു 3 സാഹചര്യങ്ങളുണ്ട്. അതിലത്തെ ഒന്നാമത്തെ സാഹചര്യം നമുക്ക് അറിയാം ആരാണ് പ്രവൃത്തി ചെയ്തത് എന്ന് പറയാതെ തന്നെ. ഉദാഹരണത്തിന് ടാക്സ് കൂട്ടി എന്നൊരു പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റാണ് ടാക്സ് കൂട്ടുന്നത് എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല ആരാണ് ചെയ്തതെന്നറിയില്ല. അപ്പോൾ കാറിൻ്റെ ചില്ല് പൊട്ടിച്ചു, രാത്രി ആരോ വന്നിട്ട് ആണ് ചെയ്തത്, നമുക്ക് ആളെ അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രവൃത്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, പ്രവൃത്തി ചെയ്ത ആൾക്കല്ല. അപ്പോൾ നാട്ടിലൊരു പുലി ഇറങ്ങി, ആ പുലിയെ നമ്മൾ കുറേ കാലം കാത്തിരുന്ന് പിടിച്ചു. അപ്പോൾ പുലിയെ പിടിച്ചു എന്ന് പറയും. ആരെന്നുള്ളതിന് അവിടെ പ്രസക്തിയില്ല. ഈ 3 സന്ദർഭങ്ങളിലാണ് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ ഓഫീസ് ഈസ് ക്ലീൻഡ് എവരി ഡേ. എല്ലാ ദിവസവും ഓഫീസ് വൃത്തിയാക്കാറുണ്ട്. ദ ഓഫീസ് വാസ് ക്ലീൻ യെസ്റ്റർഡേ. ഇന്നലെ ഓഫീസ് വൃത്തിയാക്കി. മീൻസ് ആരോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആളെ ആദ്യം സൂചിപ്പിക്കുന്നതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കാതെ പറഞ്ഞ സെൻറ്റൻസിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് അടുത്തത് വരുന്നത്. കമ്പയർ ആക്റ്റീവ് ആൻഡ് പാസീവ്. സംബഡി ക്ലീൻസ് ദ ഓഫീസ് എവരി ഡേ. ആരോ എല്ലാ ദിവസവും ഓഫീസ് വൃത്തിയാക്കാറുണ്ട്. അതിൻ്റെ പാസീവാണ് ദ ഓഫീസ് ഈസ് ക്ലീൻഡ് എവരി ഡേ. ഓഫീസ് എല്ലാ ദിവസവും വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ക്ലീൻസ് എന്ന് പറയുന്നതിൻ്റെ പാസീവാണ് ഈസ് ക്ലീൻഡ്. ക്ലീൻസ് എന്നതുകൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അതേ അർത്ഥം തന്നെയാണ് ഈസ് ക്ലീൻഡ് എന്നും പറയുമ്പോൾ വരുന്നത്. പക്ഷേ ഈസ് ക്ലീൻഡ് എന്ന് പറയുമ്പോൾ ദ ഓഫീസ് എന്നുള്ളതിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. ഓക്കെ, അത് ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരുന്നു. നമ്മൾ സബ്ജക്റ്റിനെ ഒഴിവാക്കുന്നു. സബ്ജക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാസീവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ എക്സാമിനെല്ലാം നിങ്ങൾ എഴുതുമ്പോൾ അതിന് ശേഷം ബൈ ചേർത്തതിന് ശേഷം അതിൻ്റെ സബ്ജക്റ്റ് കൂടി എഴുതേണ്ടി വരും. ദ ഓഫീസ് ഈസ് ക്ലീൻഡ് എവരി ഡേ ബൈ സംബഡി. അല്ലെങ്കിൽ പേരുണ്ടെങ്കിൽ ആരാണോ അത് എന്നുള്ളത്. ഇനി എടുത്ത് നോക്കും, സംബഡി ക്ലീൻ ദ ഓഫീസ് യെസ്റ്റർഡേ. ആരോ ഇന്നലെ ഓഫീസ് ക്ലീൻ ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്തു സിമ്പിൾ പാസ്റ്റ് ആണ്. അതിൻ്റെ പാസീവ് വോയിസ് ആണ് വാസ് ക്ലീൻഡ് എന്നുള്ളത്. അപ്പോൾ ക്ലീൻഡ് എന്ന് പറഞ്ഞാലും വാസ് ക്ലീൻഡ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. വ്യത്യാസം എന്തെന്ന് വെച്ചാൽ വാസ് ക്ലീൻഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരുന്നത് ഓഫീസ് വാസ് ക്ലീൻഡ് യെസ്റ്റർഡേ. ഓഫീസ് ഇന്നലെ വൃത്തിയാക്കി എന്നർത്ഥം. ഓക്കെ, ഇനി
അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ദ പാസീവ് വോയിസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പാസീവ് വോയിസ്. അപ്പോൾ ബിയുടെ പ്രസൻറ്റ് രൂപങ്ങളാണ് ആം, ഈസ്, ആർ, വാസ്, വേർ. ഇതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അത് പാസീവ് വോയിസ് ആയിട്ട് വരുന്നത്. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് എ റെഗുലർ വെർബ്സ് ഈസ് ഇ ഡി. ഇ ഡി ഫോമുകളാണ് യഥാർത്ഥത്തിൽ എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ ഇറഗുലർ വെർബുകളുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ അങ്ങനെയല്ല, അത് വ്യത്യസ്തമാണ്. അത് നമ്മൾ കാണാപാഠം പഠിക്കണം. ഓക്കെ, ഡെൻ, ബിൽറ്റ്, ടേക്കൻ, അത് എല്ലാ ഫോമുകളും അപ്പൻഡിക്സ് 2 മുതൽ 3 വരെയുള്ള അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി കുറച്ച് ഉദാഹരണം നോക്കൂ. ബട്ടർ ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. ഓക്കെ, വെണ്ണ പാലിൽ നിന്നും ഉണ്ടാക്കുന്നു. അപ്പോൾ മേക്സ് എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് ഈസ് മെയ്ഡ് എന്നുള്ളത്. ഇവിടെ ആര് എന്ന് പറയാത്തത് കൊണ്ടാണ് പാസീവ് വോയിസ് ഉപയോഗിച്ചത്. ഓറഞ്ചസ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ബ്രിട്ടൻ. ബ്രിട്ടനിലേക്ക് ഓറഞ്ച് കയറ്റുമതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട്സ് എന്നാണ്. സംബഡി ഇമ്പോർട്ട്സ് ഓറഞ്ചസ് ഇൻ ടു ബ്രിട്ടൻ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് ആർ ഇമ്പോർട്ടഡ് എന്നുള്ളത്. ഹൗ ഓഫൺ ആർ ദീസ് റൂംസ് ക്ലീൻ. എപ്പോഴൊക്കെയാണ് ഈ റൂം വൃത്തിയാക്കുന്നത് എന്നാണ്. ആർ ക്ലീൻഡ് എന്നാണ് വൃത്തിയാക്കുന്നത് എന്നർത്ഥം. ഐ ആം നെവർ ഇൻവൈറ്റഡ് ടു പാർട്ടി. എന്നെ ഒരിക്കലും പാർട്ടിക്ക് ക്ഷണിക്കാറില്ല. സംബഡി നെവർ ഇൻവൈറ്റ്സ് മീ ടു പാർട്ടി എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ്. ഐ ആം നെവർ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. എന്നെ പാർട്ടിക്ക് ക്ഷണിക്കാറില്ല. ആൻഡ് ദിസ് ഹൗസ് വാസ് ബിൽറ്റ് 100 years ago. ഈ വീട് 100 വർഷം മുമ്പ് നിർമ്മിച്ചു. അപ്പോൾ ബിൽറ്റ് എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് വാസ് ബിൽറ്റ് എന്നുള്ളത്. ദീസ് ഹൗസസ് വേർ ബിൽറ്റ് 100 years ago. ഹൗസസ് എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് വാസിന് പകരം വേർ ഉപയോഗിച്ചിരിക്കുന്നു. ഈ വീട് 100 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചു. ആര് എന്ന് പറയുന്നില്ല. സംബഡി ബിൽറ്റ് ദിസ് ഹൗസ് 100 years ago എന്നുള്ളതിൻ്റെ ഇതാണ് പാസീവ് വോയിസ് ആണ് വേർ ബിൽറ്റ് എന്ന് വന്നത്. ഓക്കെ, വെൻ വാസ് ദ ടെലിഫോൺ ഇൻവെൻറ്റഡ്. എപ്പോഴാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ആര് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. ഓക്കെ, വി വേർഡ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ലാസ്റ്റ് വീക്ക്. ഞങ്ങളെ ക്ഷണിച്ചില്ല. ഉണ്ടാവും. സംബഡി ഡിഡിൻ ഇൻവൈറ്റ്. ഡിഡിൻ ഇൻവൈറ്റ് എന്നുള്ളതിൻ്റെ പാസീവാണ് വേർഡ് ഇൻവൈറ്റഡ്. വി വേർഡ് ഇൻവൈറ്റഡ്. ഞങ്ങളെ ക്ഷണിച്ചില്ല എന്നാണ് അർത്ഥം വരുന്നത്. വി വേർഡ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ പാർട്ടിക്ക് ഞങ്ങളെ ക്ഷണിച്ചില്ല. കഴിഞ്ഞ ആഴ്ച പാർട്ടിക്ക് ഞങ്ങളെ ക്ഷണിച്ചില്ല. വാസ് എനിബഡി ഇൻജുർഡ് ഇൻ ദ ആക്സിഡൻറ്റ്. ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ എന്നുള്ള അർത്ഥം. ഓക്കെ, ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ എന്നാണ് അർത്ഥം വരുന്നത്. യെസ്, 2 people were taken to hospital. 2 ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, സംബഡി ടുക്ക്. അപ്പോൾ ആരോ കൊണ്ടുപോയി എന്നുള്ള അർത്ഥം. സംബഡി ടുക്ക് 2 people to hospital എന്നതിൻ്റെ പാസീവാണ്. ആ പ്രവൃത്തി ചെയ്ത ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ 2 people were taken. 2 പേരെ കൊണ്ടുപോയി എന്നാണ് അർത്ഥം വരുന്നത്. 2 പേർ കൊണ്ടുപോയി എന്നല്ല, 2 പേരെ. വേർ ടേക്കൻ എന്നുള്ള ടുക്ക് എന്നുള്ളതിൻ്റെ പാസീവാണ് വേർ ടേക്കൻ. അപ്പോൾ വേർ ടേക്കൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിന് ആദ്യം കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി നോക്കൂ. എപ്പോഴും പാസീവിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ഐ വാസ് ബോൺ ഇൻ ലണ്ടൻ. ഞാൻ ജനിച്ചത് എന്നാണ് അർത്ഥം. ഐ വാസ് ബോൺ ഇൻ ലണ്ടൻ 1960. ഞാൻ 1962 ലണ്ടനിൽ ജനിച്ചു. ജനിച്ചു എന്നുള്ളതിന് എപ്പോഴും വാസ് ബോൺ എന്നുള്ളതാണ് ഉപയോഗിക്കുക. ഓക്കെ, അതങ്ങനെ ഫിക്സ്ഡ് ആണ്. ഐ ആം ബോൺ എന്നല്ല, ഐ വാസ് ബോൺ എന്നാണ് പറയുക. വേർ വേർ യു ബോൺ, എവിടെയാണ് നിങ്ങൾ ജനിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി പാസീവിൽ പ്ലസ് ബൈ ഉണ്ടാവും. നിങ്ങൾക്ക് ഒബ്ജക്റ്റിന് സബ്ജക്റ്റിനെ ചേർക്കണമെങ്കിൽ ബൈ ചേർത്തതിന് ശേഷമാണ് ഉപയോഗിക്കുക. വി വേർ വോക്കൺ അപ്പ് ബൈ എ ലൗഡ് നോയ്സ്. ഒരു വലിയ ശബ്ദത്താൽ ഞങ്ങൾ എണീറ്റു. ഓക്കെ എന്നർത്ഥം. ഓക്കെ, വി വേർ വോക്കൺ അപ്പ്. അപ്പോൾ അതായത് ഞങ്ങൾ എണീറ്റു, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു എന്നാണ്. എന്താണ് എഴുന്നേൽപ്പിച്ചത്? ബൈ എ ലൗഡ് നോയ്സ് എന്നുള്ളത്. ദ നോയ്സ് വോക്സ് അപ്പ് എന്നുള്ളത്. ദ നോയ്സ് വോക്സ് അപ്പ്, വോക്ക് അപ്പ്. ദ നോയ്സ് വോക്ക്. അപ്പോൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണ്. വേക്ക് എന്നുള്ളതിൻ്റെ വോക്ക്, അതിൻ്റെ ഇതാണ് വേർഡ് വോക്കൺ അപ്പ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ദ ടെലിഫോൺ വാസ് ഇൻവെൻറ്റഡ്. ഉണ്ടോ, ടെലിഫോൺ വാസ് ഇൻവെൻറ്റഡ്. ടെലിഫോൺ കണ്ടുപിടിച്ചു ബൈ അലക്സാണ്ടർ ബെൽ. അപ്പോൾ ആരാണോ എന്ന് പറയുന്നത് അലക്സാണ്ടർ ബെൽ ഇൻവെൻറ്റഡ് ദ ടെലിഫോൺ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ്. ദ ടെലിഫോൺ വാസ് ഇൻവെൻറ്റഡ് ബൈ അലക്സാണ്ടർ ബെൽ. അപ്പോൾ അലക്സാണ്ടർ ബെല്ലിനേക്കാൾ പ്രാധാന്യം നമ്മൾ ടെലിഫോൺ കണ്ടുപിടിച്ചതിന് കൊടുക്കുമ്പോഴാണ് അത് ആദ്യം ഉപയോഗിക്കുന്നത്. മൈ ബ്രദർ വാസ് ബിറ്റൻ ബൈ എ ഡോഗ് ലാസ്റ്റ് വീക്ക്. എൻ്റെ ബ്രദറിനെ കടിച്ചു. കണ്ടോ, മൈ ബ്രദർ വാസ് ബിറ്റൻ. ആര്? ബൈ എ ഡോഗ്, ഒരു നായ. എ ഡോഗ്, ഒരു നായ കടിച്ചു എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് മൈ ബ്രദർ വാസ് ബിറ്റൻ ബൈ എ ഡോഗ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ അതാണ് പാസീവിൻ്റെ ഒന്നാമത്തെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗവും പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഭാഗങ്ങളുടെ ഡീറ്റെയിൽ വരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസ് ബീങ് ഡൺ, ഹാസ് ബീൻ ഡൺ എന്നുള്ളത് യൂണിറ്റ് 22 ആൻഡ് ഇറഗുലർ വെർബുകളെ കുറിച്ച് യൂണിറ്റ് 24 അപ്പൻഡിക്സ് 2 to 3 ഉണ്ട്. ആൻഡ് ബൈനെ കുറിച്ചിട്ട് യൂണിറ്റ് 104 ഉണ്ട്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ഫുൾ ഫോമുകളുടെ ഡീറ്റെയിൽ അപ്പൻഡിക്സ് 1 കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സസൈസുകൾ നോക്കാം. ഒന്നാമത്തെ എക്സസൈസ്, റൈറ്റ് സെൻറ്റൻസസ് ഫ്രം ദ വേർഡ്സ് ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്ത സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്. സെൻറ്റൻസസ് 1 to 7 ആർ പ്രസൻറ്റ്.
ഓക്കെ, 1 മുതൽ 7 വരെയുള്ള പ്രസൻറ്റ് സെൻറ്റൻസുകളാണ്. ഇവ ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് ആയിട്ടുള്ള പാസീവ് വോയിസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദ ഓഫീസ് ക്ലീൻ എവറി ഡേ, ദ ഓഫീസ് ഈസ് ക്ലീൻഡ് എവറി ഡേ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ദീസ് റൂംസ് ക്ലീൻ എവറി ഡേ, ദീസ് റൂംസ് ക്ലീൻ എവറി ഡേ. ഇത് ചോദിച്ചിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി 3, 4, 5, 6, 7 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇത് കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം. പാസീവ് വോയിസിൽ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് അത് ചെക്ക് ചെയ്യുക. ഓക്കെ, 8 മുതൽ 15 വരെ പാസ്റ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം പ്രസൻ്റ് ആണ്. 7 വരെ ഈ പാസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദ ഓഫീസ് ക്ലീൻ യെസ്റ്റർഡേ, ദ ഓഫീസ് വാസ് ക്ലീൻ യെസ്റ്റർഡേ. ഇന്നലെ ഓഫീസ് വൃത്തിയാക്കി എന്നർത്ഥം. ദ ഹൗസ് പെയിൻറ്റ് ലാസ്റ്റ് മന്ത്, ദ ഹൗസ് എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനി ഇതിൽ റോങ് ആയിട്ടുള്ള സെൻറ്റൻസ് കറക്റ്റ് ആക്കുന്നു. കറക്റ്റ് സെൻറ്റൻസസ്, ദിസ് ഹൗസ് ബിൽറ്റ് 100 years ago, ദിസ് ഹൗസ് വാസ് ബിൽറ്റ് എന്നുള്ളതാണ്. അതുപോലെ ഫുട്ബോൾ പ്ലേസ് ഇൻ മോസ്റ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്, അത് കറക്റ്റ് ആക്കുക എന്നാണ് ചെയ്യുന്നത്. 8 വരെയുള്ള സെൻറ്റൻസുകൾ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഈ എക്സസൈസുകൾ. അടുത്ത 3ാമത്തെ എക്സസൈസ് നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസ് ദ പാസീവ് പ്രസൻറ്റ് ഓർ പാസ്റ്റ് ഓഫ് ദിസ് വേർഡ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലീൻ, ഡാമേജ്, ഫൈൻഡ്, ഗിവ്, ഇൻവൈറ്റ്, മേക്ക്, ഷോ, സ്റ്റീൽ, ടേക്ക് എന്നിങ്ങനെയുള്ള ഈ വാക്കുകളുടെ പ്രസൻറ്റോ പ്രസൻറ്റ് ഓർ പാസ്റ്റ് പാസീവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കുക. 2 ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ദ റൂം ഈസ് ക്ലീൻഡ് എവരി ഡേ, ഐ സോ ആൻ ആക്സിഡൻറ്റ് യെസ്റ്റർഡേ, 2 people were taken to hospital. 2 ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതേപോലെ 3ാമത്തത് മുതൽ 9 വരെ നിങ്ങൾ ചെയ്യണം. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആൻഡ് വേർ ദ ബോൺ എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള കുറച്ച് എക്സസൈസുകളാണ്. ഇയാൻ വേർ ദ ബോൺ, ഐ വാസ് വെച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട സാധനമാണ്. ഇയാൻ വാസ് ബോൺ ഇൻ എഡിൻബർഗ്. ഓക്കെ, സാലി ആൻഡ് ബർമിംഗ്ഹാം ആണ്. അപ്പോൾ സാലി ഇതേപോലെ ഐ വാസ് ബോൺ എന്നുള്ളതിന് പകരം സാലി എവിടെയാണ് ജനിച്ചതെന്ന് എഴുതണം. അവരുടെ പേരൻ്റ് എവിടെ ജനിച്ചതെന്ന് എഴുതണം. നിങ്ങൾ എവിടെ ജനിച്ചത്, നിങ്ങളുടെ മദർ എവിടെ ജനിച്ചതെന്ന് എഴുതണം. ഓക്കെ, ഇതാണ് ഈ എക്സസൈസ് ചെയ്യാനുള്ളത്. വളരെ ലളിതമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് ഈ പാഠത്തിൽ. ഈസ് ഡൻ ആൻഡ് വാസ് ഡൻ, അതായത് ഡസ് എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് ഈസ് ഡൻ, ഡിഡ് എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് വാസ് ഡൻ. ഈ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രവൃത്തി ചെയ്ത ആളെ സബ്ജക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മലയാളത്തിൽ നമുക്ക് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും പൊസിഷൻ മാറിയത് കൊണ്ട് അർത്ഥം മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ പാസീവ് വോയിസിന് വലിയ പ്രാധാന്യമുണ്ട്. 3 സന്ദർഭങ്ങളാണ് നമ്മൾ അത് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ആളെ അറിയാത്തപ്പോൾ, അല്ലെങ്കിൽ പറയാതെ തന്നെ അറിയുമ്പോൾ, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലാത്തപ്പോൾ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.